ഒരു ടർഫ് സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ടർഫ് ആയിരിക്കും സെലക്ട് ചെയ്യുക? അത്യാവശ്യം ലൈറ്റ് ഉള്ളതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യണം. ഗ്രൗണ്ടിന്റെ മെയിൻ്റെനൻസും പിന്നെ ഇഞ്ചർ വരെ നമുക്കെല്ലാം കളിക്കണമല്ലോ. സൈറ്റും നെക്സ്റ്റ് സ്റ്റമ്പും ഓഫ് സ്റ്റമ്പും എല്ലാം ഒരേ നല്ല ദൂരമുള്ള ഒരുപാട് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഫെസിലിറ്റികളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിലായി പരിചയപ്പെടുത്താൻ പോവുകയാണ് ഓസ്ട്രേലിയൻ സ്റ്റേഡിയം ബൈ ബിടെക്. അത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് കിള്ളിയിൽ. അപ്പൊ ഇനി രണ്ട് ടീമുകൾക്കായി രണ്ട് കൃത്യമായ പവലിയൻ. ഒന്ന് നമ്മളുടെ സ്വന്തം കേരളത്തിന്റെ സൂപ്പർ സ്റ്റാർ സഞ്ജു സാംസൺ സ്റ്റാൻഡ് ആയിട്ട് നമ്മൾ പരിചയപ്പെടുത്തും. നമ്മളുടെ ക്രിക്കറ്റിന്റെ ദൈവമായ സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ സ്റ്റാൻഡ് കേട്ടോ. ഇനി പിച്ചിന്റെ കാര്യത്തിലേക്ക് വന്നാൽ എങ്ങനെയാ? രണ്ട് വ്യത്യസ്തമായ വിക്കറ്റുകൾ. ഒന്ന് ടെന്നീസ് ബോൾ ക്രിക്കറ്റേഴ്സിന് വളരെ കൃത്യമായി കളിക്കാൻ സാധിക്കുന്ന ഒരു മൺ വിക്കറ്റ്. രണ്ട് പ്രൊഫഷണൽ ക്രിക്കറ്റാണ് നിങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്നാൽ ഇവിടെ അതിനും സൗകര്യപ്രദമായിട്ട് ഒരു ആസ്ട്രോ വിക്കറ്റ്. ഇതൊന്നും അല്ല കേട്ടോ, മറ്റു ടർഫിൽ നിന്നും ഈ ടർഫിനെ വ്യത്യസ്തമാക്കാനുള്ള കാരണം മറ്റൊന്നുകൂടി ഉണ്ട്. ഡബിൾ എൻഡ് വിക്കറ്റ് ആണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താ? എല്ലാ സൈഡും ഒരേ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഇനി ടൂർണമെന്റ് പ്രീമിയർ ലീഗ് നടക്കുന്ന സമയത്ത് നിങ്ങൾ ലൈവിന് വേണ്ടി പ്രത്യേകിച്ച് സ്റ്റാൻഡ് നിന്ന് നിരപ്പാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി വാഷ്റൂം സൗകര്യമാണെങ്കിൽ അതും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു പ്രാക്ടീസ് സെഷൻ ആണോ ആഗ്രഹിക്കുന്നത്? അതിനും വളരെ കൃത്യമായ ഒരു സിമന്റ് വിക്കറ്റ് കൂടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ടൂർണമെന്റ് പ്രീമിയർ ലീഗ് നടക്കുമ്പോൾ നിങ്ങൾ ഭക്ഷണം നേടി പുറത്തെവിടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ഗ്രൗണ്ടിൽ തന്നെ പാലസ് കിച്ചൺ രുചികരമായ ഭക്ഷണവും വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരുന്നതായിരിക്കും. കളിക്കാർക്ക് മാത്രമല്ല കേട്ടോ, കളി പുറത്തിരുന്ന് കാണാൻ കാണികൾക്ക് ഒരു പവലിയൻ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ക്രിക്കറ്റ് എന്ന വലിയ സ്വപ്നങ്ങളെ നേടിയെടുക്കുവാൻ വേണ്ടി, അതിന്റെ വിത്ത് പാകുവാൻ വേണ്ടി നമ്മളുടെ ആഷസ് ക്രിക്കറ്റ് അക്കാദമി സെപ്റ്റംബർ 1 മുതൽ ഇതേ ടർഫിൽ ആരംഭിക്കുകയാണ്.